ബിജെപിക്കാരുടെ അന്ന് ജനറൽ സെക്രട്ടറിയാണ് പ്രമോദ് മഹാജൻ. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ആ ഒരു ഈ വോട്ടെടുപ്പിനോടനുബന്ധിച്ചുള്ള മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ചാണ് ആ കഥ ഇങ്ങനെയാണ്. ഇവരെല്ലാം കൂടെ ചൈനയിൽ പോയി. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പാർലമെന്ററി സംഘം ചൈനയിൽ പോയി. ചൈനയിൽ ചെന്നപ്പോൾ ചൈനക്കാർക്ക് ജനാധിപത്യം അറിയില്ലല്ലോ. ചൈന ജനാധിപത്യം നോവേ, അവർക്കത് പഠിക്കണം. അവർ കണ്ടിട്ടുള്ള ജനാധിപത്യം വേറെയാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് പ്രതിനിധികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ചർച്ച നടത്തിയപ്പോൾ ഒരു ചൈനീസ് പ്രതിനിധി പ്രമോദ് മഹാജനോട് ചോദിച്ചു, ആപ്കി ഡെമോക്രസി കൈസേ ചലത്തെ, എങ്ങനെയാണ് നിങ്ങളുടെ ജനാധിപത്യം വർക്ക് ചെയ്യുന്നത്? അപ്പോൾ പെട്ടെന്ന് പ്രമോദ് മഹാജൻ പറഞ്ഞു, നോക്ക്, ഈ നിൽക്കുന്ന 3 പേരെ നോക്ക്. 3 പേര്, ഒന്ന് ചിന്താമൻ പാനിഗ്രഹി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP, പാർലമെന്ററി സംഘമാണ്. MA ബേബി എന്നുള്ള രാജ്യസഭ CPM-ന്റെ MP. പിന്നെ അതുപോലെ തന്നെ രമാകാന്ത് കലാപ് എന്ന് പറയുന്ന പഴയ ഗോവയുടെ ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്നു. പുള്ളി മഹാരാഷ്ട്രവാദി ഗോമന്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടിയിലായിരുന്നു. പിന്നീട് അദ്ദേഹം BJP-യിൽ പോയി, കോൺഗ്രസ്സിൽ പോയി. പിന്നെ വേറെ പാർട്ടികളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഗുജറാത്ത് മന്ത്രിസഭയിൽ നിയമസഹമന്ത്രിയായിരുന്നു. അപ്പോൾ പ്രമോദ് മഹാജൻ പറഞ്ഞ കഥ നോക്കൂ, ഇതാണ് ചിന്താമൻ പാനിഗ്രഹി. ആദ്യം സ്വയം പറഞ്ഞു, ഐ ആം പ്രമോദ് മഹാജൻ, ഐ ആം മെമ്പർ ഓഫ് ദ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ പാർലമെന്റ്, ഐ ആം ഇൻ ഒപ്പോസിഷൻ. ഞാൻ പ്രമോദ് മഹാജൻ, ഈ സഭയിലെ, ഞങ്ങളുടെ ലോക്സഭയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ആളാണ്, ഞാൻ പ്രതിപക്ഷമാണ്. ഇപ്പോൾ ചൈനക്കാരൻ ചോദിച്ചു, ലാർജസ്റ്റ് പാർട്ടി, യു ആർ ഇൻ ഒപ്പോസിഷൻ? അപ്പോഴേക്ക് പിടിവിട്ടുപോയി. ഇതെന്തോ ഈ പറയുന്നത്? സാധാരണ ലാർജസ്റ്റ് പാർട്ടിയല്ലേ ഭരിക്കേണ്ടത്. എന്നിട്ട് അടുത്ത ചിന്താമൻ പാനിഗ്രഹി, കോൺഗ്രസ്, അന്ന് BJP ആണ് ഏറ്റവും വലിയ കക്ഷി, പറഞ്ഞു, he belongs to the second largest party in the Lok Sabha, in our parliament, and he is outside the government and supporting the government. ഇയാളാകെ കൺഫ്യൂസ്ഡ് ആയി. അന്ന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് പറഞ്ഞു, MA ബേബി വെച്ചുകൊണ്ട് പറഞ്ഞിട്ട്, he belongs to the third largest party in our parliament, he is a part of the government but outside the government. അപ്പം CPM അതിന് പാർട്ടാണ്, പക്ഷേ ഗവൺമെന്റ് പുറത്ത് വെക്കാണ്. എന്നിട്ട് പറഞ്ഞു, look at this man, രമാകാന്ത് കലാപ്, he is the only member of his party in the parliament and he is the government. ഇയാൾ ഒരേ ഒരു വ്യക്തി, അയാളുടെ പാർട്ടിയുടെ ഒരേ ഒരു അംഗമാണ്, പക്ഷെ ഇയാളാണ് ഗവൺമെന്റ്. ചൈനക്കാരന് ബോധം പോയിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം വർക്ക്. പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കുക. ഇങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അപമാനമായിട്ട് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആ ഒരു വളരെ അതിൻ്റെ ന്യൂവാൻസസ് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയം ഒറ്റ ഒരാൾക്ക് മന്ത്രിയാവാൻ കഴിയുന്നു. അതിൻ്റെ ഇക്വേഷൻസ്, നല്ലൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമുക്ക് വലിയ മതിപ്പില്ലയിൽ നല്ലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനൊക്കെ അടിസ്ഥാനം പാകിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 17 വർഷം ഈ മനുഷ്യനാണ്.